ഹേയ് ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും ഫൈനലി കാത്തിരുന്ന ദിവസം വന്നിരിക്കുകയാണ്. ബിഗോസ് ഇലക്ട്രിക് അവരുടെ പുതിയൊരു RUV 350 ലോഞ്ച് ആയിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ കുറേ നാൾ നമ്മളെല്ലാം കാത്തിരുന്നൊരു അപ്ഡേറ്റ് ആണ്. RUV വരുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് കുറേ കേട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫൈനലി ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പ്രീമിയം സെഗ്മെൻറ്റിലേക്ക് ബിഗോസിൻ്റെ ഒരു എൻട്രി ആണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ വില നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1,10,000 മുതൽ ടോപ്പ് എൻഡ് ആയ 1,35,000 വരെയാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മെറ്റൽ ബോഡിയിലാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രീമിയം സെഗ്മെൻറ്റ് രണ്ടാമത്തെ വണ്ടിയാണ് ഫുൾ മെറ്റൽ ബോഡി വരുന്നത്. നിലവിലിപ്പം ബജാജിൻ്റെ ചേതക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഒരു ഫുൾ മെറ്റൽ ബോഡി വരുന്ന ഏക വണ്ടിയാണ് ബിഗോസിൻ്റെ 350, അതായത് RUV 350. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചേതക്കിൻ്റെ ഭാഗത്തുനിന്ന് റീസെൻ്റ്ലി 2901 ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല വണ്ടിയാണ്, ഫുൾ മെറ്റൽ ബോഡിയിലാണ് വരുന്നത്. അപ്പോൾ എന്നാൽ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല, ജസ്റ്റ് കണ്ടാൽ ഞാൻ വീണ്ടും ഇതിൽ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ജെയിൻ ബോക്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അത് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ബിഗോസ് അവരുടെ പുതിയ വണ്ടി കിട്ടുന്ന പേര് RUV 350 എന്നാണ്. അതിൻ്റെ RUV എന്നൊരു ഉദ്ദേശിക്കുന്നത് റൈഡ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും പുതിയ സെഗ്മെൻ്റാണ് അങ്ങനെ വണ്ടി വരുന്നത്. അപ്പോൾ വണ്ടിയുടെ ആദ്യം ഡീറ്റെയിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിസൈൻ വൈസ് നമ്മൾ നോക്കാം. ആദ്യം ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിക്കകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റിംഗ് ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ 16 ഇഞ്ചിൻ്റെ ഒരു അലോയ് വീൽസാണ് വരുന്നത്. അതിൻ്റെ മെയിൻ ഗുണം എന്ന് വെച്ചാൽ റൈഡിംഗ് കംഫർട്ട് നല്ലതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി ഒരു കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ റൈഡിംഗ് കംഫർട്ട് വണ്ടി എന്തായാലും ഉറപ്പ് വരുന്നുണ്ട്. മാത്രമല്ല പുതിയൊരു ഫ്രെയിമാണ് വണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഏറ്റവും ഹൈലൈറ്റിംഗ് ഫീച്ചർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ മെറ്റൽ ബോഡി വരുന്ന വണ്ടിയാണ്. അതായത് ബജാജ് ചേതക്കിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന വണ്ടി തന്നെയാണ്. നമ്മൾ ഫ്രണ്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിലുള്ളത്. ബാക്കിലാണെങ്കിൽ സിംഗിൾ സൈഡ് സസ്പെൻഷനാണ് ബാക്കിലുള്ളത്. അതിൽ വേറെ പ്രത്യേകിച്ചുള്ളത് ഗ്യാസ് ഫീൽഡാണ്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ ബജാജിൻ്റെ ഒരു പൾസറിലൊക്കെ പണ്ടുണ്ടായിരുന്ന റിയർ സസ്പെൻഷൻ ഉണ്ടല്ലോ, ഗ്യാസ് ഫീൽഡ്. അപ്പോൾ അങ്ങനത്തെ സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ റൈഡിംഗ് കംഫർട്ട് എന്തായാലും അവർ കാര്യമായി നോക്കുന്നുള്ളതിൻ്റെ തെളിവാണ് കാണുന്നത്. ഫ്രണ്ടിലും ബാക്കിൽ നല്ല സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ 16 ഇഞ്ചിൻ്റെ വീൽസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമുക്ക് നല്ലൊരു കംഫർട്ട് കിട്ടും. ഇപ്പോൾ ഇന്ത്യൻ റോഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല ആയിക്കോട്ടെ, ചേതക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതർ ആയിക്കോട്ടെ, എല്ലാത്തിനും ചെറിയ വീൽസാണ്. 12 ഇഞ്ചിൻ്റെ വീൽസാണ് ഉള്ളത്. ആ സാധനത്ത് നമുക്ക് 16 ഇഞ്ച് എന്ന് പറയുമ്പോൾ നല്ലൊരു റൈഡിംഗ് കംഫർട്ട് എന്തായാലും ഉറപ്പ് വരുന്നുണ്ട് വണ്ടി. അടുത്തുള്ള ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ വണ്ടിക്കകത്ത് നമുക്ക് ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം വണ്ടിയുടെ വില വന്നിട്ട് 1,10,000 ഉള്ളൂ. അപ്പോൾ ആ സെഗ്മെന്റിൽ നമുക്ക് ഡിസ്ക് ബ്രേക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിന് പകരം കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത വണ്ടി മോട്ടറിന് സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ബജാജ് ചേതക്കിലുള്ള പോലത്തെ സെയിം മോട്ടറാണ് ഉപയോഗിക്കുന്നത്. സൈഡ് മൗണ്ടർ PMSM മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതായത് ചേതക്കിന് സെയിം തന്നെയാണ്. അതിൻ്റെ പീക്ക് പവർ എന്ന് പറയുന്നത് 3.5 കിലോ വാട്ടിൻ്റെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. 165 ന്യൂട്ടൺ മീറ്റർ ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വണ്ടി ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 75 km/h ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അടുത്ത വണ്ടിയുടെ വേരിയൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 3 വേരിയൻസിനാണ് വണ്ടി വരുന്നത്. അതിന് ആദ്യത്തെ വേരിയൻറ്റ് വന്നിട്ട് RUV 350 IEX, രണ്ടാമത്തെ വേരിയൻറ്റ് RUV 350 EX-ഉം ടോപ്പ് എൻഡ് വേരിയൻറ്റ് RUV 350 Max. അങ്ങനെ 3 വേരിയൻറ്റാണ് വരുന്നത്. അതിൽ IEX എന്നുള്ളത് ബേസ് മോഡലും EX മിഡും മാക്സ് എന്നുള്ളത് ടോപ്പ് എൻഡ് വേരിയൻറ്റുമാണ്. നമ്മൾ അടുത്ത ബാറ്ററി സ്പെക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റ് വരുന്നത് 3 കിലോ വാട്ടിൻ്റെ LFP ബാറ്ററിയാണ്. അതായത് ലിഥിയം ഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത് ടോപ്പ് മോഡലിൽ. അതായത് നമുക്ക് മിഡിൽ വേരിയൻറ്റും അതുപോലെ ബേസ് വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ വരുന്നത് 2.3 കിലോ വാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററി വരുന്നത്. നമ്മൾ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിൽ വരുന്നത് 135 കിലോമീറ്ററാണ് IDC റേഞ്ച് പറയുന്നത്. നമുക്ക് 120 കിലോമീറ്റർ റിയൽ വേൾഡ് റേഞ്ചും കമ്പനി പറയുന്നുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ബേസ് വേരിയൻറ്റും മിഡിൽ വേരിയൻറ്റും നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് 90 കിലോമീറ്റർ ആയിരിക്കും റേഞ്ച് പറയുന്നത്. അടുത്ത ചാർജിങ് ടൈം നമ്മൾ നോക്കുകയാണെങ്കിൽ ചാർജിങ് 0 to 100% അച്ചീവ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ 35 മിനിറ്റ് മതി എന്നാണ് അവരുടെ വെബ്സൈറ്റിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ആക്ച്വലി കൺഫ്യൂഷൻ ഉണ്ട്. മിക്ക ആർട്ടിക്കിൾസ് ഞാൻ വായിച്ചതെല്ലാം പറയുന്നത് 500 വാട്ട്സിൻ്റെ ചാർജർ 5 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവിടെ വെബ്സൈറ്റ് നമ്മൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സ്റ്റഡി കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും 2 മണിക്കൂർ 35 മിനിറ്റിൽ 0 to 100 ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കൺഫ്യൂഷൻ എന്ന് കറക്റ്റ് അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ആൻസർ ചെയ്യാം. അപ്പോൾ എന്തായാലും കമ്പനി വെബ്സൈറ്റ് പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 0 to 100 അച്ചീവ് ചെയ്യാൻ വേണ്ടി 2 മണിക്കൂർ 35 മിനിറ്റ് മതി. അത് ഞാൻ പറയുകയാണ് ഏറ്റവും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആണെങ്കിൽ അത് ആക്ച്വലി കൺഫേംഡ് ന്യൂസ് ആണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. 2.5 മണിക്കൂറിന് ഫുൾ ചാർജ് ആകുകയാണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും അത്. അടുത്ത വണ്ടി ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിലും അതുപോലെ മിഡിൽ വേരിയൻറ്റിലാണെങ്കിൽ 5 ഇഞ്ചിൻ്റെ ഒരു കളർ TFT സ്ക്രീൻ ഉപയോഗിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ബേസ് വേരിയൻ്റ് ആയ 350 IEX-നകത്താണെങ്കിൽ ഒരു സെഗ്മെൻറ്റൽ LCD സ്ക്രീനാണ് ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് ടോപ്പ് എൻഡിൻ്റെ നമ്മൾ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷൻ വരുന്നുണ്ട്. പക്ഷേ ഗൂഗിൾ മാപ്പ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊരു ഡ്രോബാക്ക് തന്നെയാണ്. ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത വളരെ മോശം കാര്യം എനിക്ക് തോന്നുന്നു. ടേൺ ബൈ ടേൺ നാവിഗേഷൻ എന്തായാലും ഉണ്ട്. പിന്നെ ക്രൂസ് കൺട്രോൾ ഉണ്ട്, റിവേഴ്സ് മോഡ് ഉണ്ട്, ഹിൽ ഹോൾഡ് ഉണ്ട്, പിന്നെ റീജൻ ഉണ്ട്. അതിപ്പോൾ എല്ലാ വണ്ടിക്കകത്തുണ്ട്, റീജൻ ഉണ്ട്. പിന്നെ കോൾ അലേർട്ട്, ഓട്ടോ ബ്രൈറ്റ്നസ്, നൈറ്റ് മോഡ്, പിന്നെ റൈഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ റൈഡിങ് ക്യാരക്ടറിസ്റ്റിക്സ്, നമ്മുടെ റൈഡ് എങ്ങനെയുണ്ടെന്നെല്ലാം അതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ നമുക്ക് റോൾ ഓവർ ഡിറ്റക്ഷൻ ഉണ്ട്. അതായത് വണ്ടി അങ്ങനെ മറിയാണെങ്കിൽ അതിൻ്റെ ആക്സിലേറ്റർ കട്ടായിട്ട് വണ്ടി മോട്ടർ കട്ടായി പോകും. അപ്പോൾ വണ്ടി മൂവ് ആകത്തില്ല. അപ്പോൾ അത് നല്ലൊരു സേഫ്റ്റി ഫീച്ചർ തന്നെയാണ്. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഏതർലി സെയിം ഫീച്ചർ ഉണ്ടായിരുന്നു, റോൾ ഓവർ എന്നുള്ള ഫീച്ചർ ഉണ്ടായിരുന്നു. അടുത്ത വണ്ടിയുടെ കംഫർട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ 665 mm ഒരു കംഫർട്ടബിൾ സീറ്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ 16 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. 160 mm ഗ്രൗണ്ട് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. 21 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസും കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് ഫ്ലിപ്പ് കീസ് വരുന്നുണ്ട്, USB ചാർജിംഗ് പോയിന്റ് ഉണ്ട്, LED ലൈറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് റൈഡിംഗ് മോഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 3 റൈഡിംഗ് മോഡ്സാണ് ഉള്ളത്. അത് ആദ്യത്തെ ഒന്ന് എക്കോ, രണ്ടാമത്തെ റൈഡ്, മൂന്നാമത്തെ സ്പോർട്സ്.
അതിൽ ആക്ച്വലി വ്യത്യാസമുള്ളതിൻ്റെ ടോപ്പ് സ്പീഡാണ്. നമ്മൾ എക്കോ മോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 45 km/h ആയിരിക്കും ടോപ്പ് സ്പീഡ് പറയുന്നത്. റൈഡ് മോഡ് ആണെങ്കിൽ നമുക്ക് 60 km നമുക്ക് അച്ചീവ് ആവും. അതുപോലെ സ്പോർട്സ് മോഡ് ആണെങ്കിൽ നമുക്ക് 75 km/h നമുക്ക് അച്ചീവ് ആവുന്നുണ്ട്. നമുക്ക് 0 to 70 km/h അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് 4.5 സെക്കൻഡ് വേണമെന്നാണ് കമ്പനി പറയുന്നത്. അത് മാത്രമല്ല ഗ്രേഡബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ 18 ഡിഗ്രി +-2 ഡിഗ്രിയാണ് പറയുന്നത് കമ്പനി ഗ്രേഡബിലിറ്റി. ആക്ച്വലി നല്ല കാര്യമാണ്, അത്രയും ഗ്രേഡബിലിറ്റി കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതിന് പ്രീമിയം സെഗ്മെന്റിലേക്കാണ് വണ്ടി എന്നുള്ള കാര്യം ഉറപ്പായി. നല്ല കാണുന്നില്ല. എനിക്കെന്തോ പേഴ്സണലി ഇഷ്ടപ്പെട്ട് കണ്ടിട്ട് ഒരു വെറൈറ്റി ഡിസൈനാണ്. നമ്മളിപ്പോൾ തൈവാനിലോ അല്ലെങ്കിൽ ചൈനയിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഒരു ടൈപ്പ് വണ്ടിയാണ്, കുറച്ച് വലിയ വീൽസ്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ റോഡ്സിനൊക്കെ ആക്ച്വലി 16 ഇഞ്ച് വീലൊക്കെ വളരെ അത്യാവശ്യമാണ്. നമുക്ക് 12 ഇഞ്ചൊക്കെ വളരെ കംഫർട്ടബിൾ കിട്ടാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതാണ്, അത്രയും മോശം റോഡായതുകൊണ്ട് 16 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ വണ്ടി ആക്ച്വലി ക്ലിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ബിഗോസിൻ്റെ ഭാഗത്തുനിന്ന് പ്രീമിയം വണ്ടി ഇറക്കാനുള്ള വളരെ നല്ലൊരു തീരുമാനമാണ്. എന്തായാലും ബജാജിനും അതുപോലെ ബാക്കി എല്ലാ വണ്ടിക്കും ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കൊടുക്കാൻ പറ്റുന്ന വണ്ടി തന്നെയാണ് ബിഗോസിൻ്റെ RB350. അടുത്ത വണ്ടി വാറണ്ടി നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് 5 വർഷവും 1 ലക്ഷം കിലോമീറ്ററാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത്. അത് ആക്ച്വലി നല്ലൊരു കാര്യമാണ് അത്രയും വാറണ്ടി കൊടുക്കുന്നത്. 1 ലക്ഷം കിലോമീറ്റർ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും, വളരെ നല്ല കാര്യമാണ്. പക്ഷേ നമ്മൾ ഓലയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 8 വർഷം വാറണ്ടി എന്ന് പറയുമ്പോൾ അതുമായിട്ട് ആക്ച്വലി ബിഗോസ് ഒന്ന് ബാക്കിലേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഓലയുടെ സർവീസ് നമുക്കറിയാം. എന്തായാലും ബിഗോസിന് ആക്ച്വലി ധാരാളം ഷോറൂംസ് ഓൾ ഇന്ത്യ ലെവലിലുണ്ട്, ഓൾ കേരളയിലുണ്ട്, പല ഭാഗത്തും ഉണ്ട്. അത് ആക്ച്വലി സർവീസിന് കേസ് അത്ര ഇഷ്യൂ വരാൻ ചാൻസ് ഇല്ല. അധികം വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വലിയ ഇഷ്യൂസ് ഇല്ല. ഫ്യൂച്ചർ വണ്ടി ആകുമ്പോൾ അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും ഓലയുടെ അത്രയും മോശമാകാൻ ചാൻസ് ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും എല്ലാ കാര്യങ്ങളുടെ ഫൈനലി പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ് മോഡലായ 350i EXന്റെ വരുന്നത് എക്സ്ഷോറൂം വിലയായിട്ട് 1,09,999 രൂപയാണ് എക്സ്ഷോറൂം വില വരുന്നത് കൊച്ചിയിൽ. അതുപോലെ നമുക്ക് 350 EX ആണെങ്കിൽ 1,24,999 രൂപയും. അത് ടോപ്പ് എൻഡായ 350 മാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,34,999 രൂപയാണ് എക്സ്ഷോറൂം വില വരുന്നത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു റേറ്റിന് ആക്ച്വലി നല്ലൊരു കാര്യമാണ്, നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ട് തോന്നുന്നുണ്ട് വണ്ടി. എന്തായാലും വണ്ടി നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ നിയറസ്റ്റ് ബിഗോസ് ഷോറൂമിൽ ചെന്ന് നിങ്ങൾക്ക് വണ്ടി കിട്ടും. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ്സ് ഒക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡിസൈൻ വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ഓൾറെഡി പറഞ്ഞത് ഇന്റർനാഷണൽ വണ്ടിയായിട്ടാണ് തോന്നുന്നത്. തൈവാൻ അവിടേക്കുള്ള ടൈപ്പ് വണ്ടിയായിട്ടാണ് തോന്നുന്നത്. കാരണം ഫ്രണ്ടിലെ വീല് വന്നിട്ട് കുറച്ച് വലുതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ഡിസൈൻ ആക്ച്വലി ഒരു സബ്ജക്റ്റീവ് പാർട്ടാണ്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, ചില ആൾക്ക് ഇഷ്ടപ്പെടത്തില്ല. എന്തായാലും വണ്ടി കാണാൻ ഓവറോൾ നല്ല ഭംഗിയുണ്ട്. കാരണം ഫുൾ മെറ്റൽ ബോഡിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. ഈ ഫൈബർ പാനൽസിൻ്റെ ഒക്കെ ഇഷ്യൂസ് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറച്ച് നാളെ വേറെ ഗ്യാപ്സും പല ഇഷ്യൂസും വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഫുൾ മെറ്റലാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പം ബജാജ് ചെയ്തൊക്കെ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും വണ്ടി കൊടുക്കാൻ പോകുന്നത് ഉറപ്പായി. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും. കാരണം നമുക്കിപ്പോൾ BLDC മോട്ടറല്ല, നമുക്കൊരു സൈഡ് മൗണ്ട് PMSM മോട്ടറാണ് വരുന്നത്. അപ്പോൾ ആക്ച്വലി നല്ല കാര്യമാണ്. മോട്ടർ വൈസും സ്പെക്കും എല്ലാം നോക്കുമ്പോൾ വളരെ വാല്യൂ ഫോർ മണി തന്നെയാണ്. പിന്നെ പ്രൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 1,10,000 രൂപ നിങ്ങൾക്ക് വണ്ടി കിട്ടുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അധികം നമുക്ക് അധികം പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യത്താക്കാനാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യുന്ന വണ്ടി തന്നെയാണ് ഈ വണ്ടി. കാരണം വേറെ ഒന്നല്ല, നമുക്ക് നല്ലൊരു മോഡൽ തന്നെയാണ്. ബിഗോസിൻ്റെ വണ്ടി എന്ന് പറയുമ്പോൾ ധാരാളം ഇറങ്ങുന്നുണ്ട്, ഇഷ്ടംപോലെ നല്ല സർവീസ് ഉള്ള വണ്ടി തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ വണ്ടി ഇഷ്ടപ്പെട്ട തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അതിൽ ചെറിയ കൺഫ്യൂഷൻ ഉള്ളത് നമ്മുടെ ചാർജിങ് ടൈമാണ്. അതിൽ വെബ്സൈറ്റിൽ പറയുന്നത് 2 മണിക്കൂർ 35 മിനിറ്റാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ബാക്കി എല്ലാ ന്യൂസ് ആർട്ടിക്കിൾസിലൊക്കെ പറയുന്നത് 5 മണിക്കൂർ എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടാത്ത തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ അത് ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.